ഹായ് ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. നമ്മൾ ഇപ്പം മാറിയിരിക്കുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ പല അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള പുതിയ പുതിയ ഫുഡ്സൊക്കെ കഴിക്കുന്നത് വഴി സാധാരണഗതിയിൽ നിന്നും കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതലാണോ എന്ന് കൊളസ്ട്രോൾ കൂടുതലാണോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. നമ്മൾ വേണമെങ്കിൽ പോയിട്ട് പെട്ടെന്ന് ടോട്ടൽ കൊളസ്ട്രോൾ ടെസ്റ്റ് മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് വരാം. പക്ഷേ ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആണോ ചീത്ത കൊളസ്ട്രോൾ ആണോ കൂടിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രക്തത്തിലെ വിവിധ തരം കൊഴുപ്പുകളുടെ അളവ് പരിശോധിക്കുന്ന ഒരു കൂട്ടം രക്തപരിശോധനകളെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹൃദയ ആരോഗ്യം വിലയിരുത്തുന്നതിനും ഹൃദ്രോഗ സാധ്യതകൾ മുൻകൂട്ടി അറിയുന്നതിനും ഈ പരിശോധന വളരെ പ്രധാനമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം വിലയിരുത്തുന്നതിനും ഹൃദയത്തിന് എന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയുന്നതിനും ഈ പരിശോധന വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്ന ഘടകങ്ങളും അവയുടെ അളവുകളും എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ റിപ്പോർട്ടിൽ സാധാരണയായിട്ട് താഴെ പറയുന്ന 4 ഘടകങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആദ്യം അതിലുള്ളത് ടോട്ടൽ കൊളസ്ട്രോൾ ആണ്. അതായത് രക്തത്തിലെ ആകെ കൊളസ്ട്രോളിൻ്റെ അളവ്. കോശങ്ങളുടെ നിർമ്മാണത്തിനും ചില ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ശരീരം കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അളവ് കൂടുന്നത് നല്ലതല്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സെല്ലിൻ്റെ സെൽ വോളിൽ കൊളസ്ട്രോൾ പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ സെൽ വോളല്ല, സെൽ മെംബ്രെയിനിൽ കൊളസ്ട്രോൾ പ്രസൻ്റ് ആണ്. അതേപോലെ പല ഹോർമോൺസും കൊളസ്ട്രോൾ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഹോർമോൺസ് ഉണ്ട്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷന് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടുന്നത് നല്ലതല്ല. അപ്പോൾ സാധാരണ അളവെന്ന് പറയുന്നത് 200 മില്ലിഗ്രാം പെർ DLന് താഴെ ആയിരിക്കണം നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ബോർഡർ ലൈൻ എന്ന് പറയുന്നത് 200 to 239 ആണ്. ഇനി ഉയർന്ന അളവെന്ന് പറയുമ്പോൾ 240 മില്ലിഗ്രാം പെർ DLന് കൂടുതലായി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഹൈ ആണെന്ന് നമ്മൾ പറയും, ടോട്ടൽ കൊളസ്ട്രോളെ. ഇനി LDL എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഇതിനെയാണ് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ LDLൻ്റെ അളവ് കൂടുമ്പോൾ ഇത് രക്തധമനിയുടെ ഭിത്തികളിൽ അടിഞ്ഞുകൂടുകയും രക്തയോട്ടം തടസ്സപ്പെടുത്തി എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ചീത്ത കൊളസ്ട്രോള് അല്ലെങ്കിൽ LDLൻ്റെ അളവ് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ രക്തധമനികളുടെ ഭിത്തികളിൽ പോയിട്ട് അടിഞ്ഞുകൂടിയിട്ട് രക്തയോട്ടം തടസ്സപ്പെടുത്തി അതെന്തിലേക്ക് നയിക്കും, ഹൃദയാഘാതത്തിലേക്ക് നയിക്കും. അപ്പോൾ ഹൃദയാഘാതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സാധാരണ അളവ് പറയുന്നത് 100 mg/DLന് താഴെയാണ്. അതിർത്തി എന്ന് പറയുന്നത് 130 മുതൽ 159 mg/DL വരെ ആവാം. ഇനി ഉയർന്ന അളവ് എന്ന് പറയുമ്പോൾ 160 mg/DL അല്ലെങ്കിൽ അതിൽ കൂടുതലോ, 160 mg/DL അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതാണ് ഉയർന്ന അളവെന്ന് പറയുന്നത്. ഇനി HDL ആണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിനെ നല്ല കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നു. രക്തത്തിൽ അധികമുള്ള ചീത്ത കൊളസ്ട്രോളിനെ ആഗിരണം ചെയ്ത് കരളിലെത്തിച്ച് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ HDL ആണ്, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. അപ്പോൾ സാധാരണ അളവെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് 40 mg/DLൽ കൂടുതലും സ്ത്രീകൾക്ക് 45 മുകളിൽ അല്ലെങ്കിൽ 50 mg/DLന് കൂടുതലും ആയിരിക്കുന്നതാണ് ഉത്തമം. ഇനി കുറഞ്ഞ അളവ് എന്ന് പറയുമ്പോൾ 40 mg/DLൽ താഴെയാകുന്നത് ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി ട്രൈഗ്ലിസറൈഡുകൾ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അധിക ഊർജത്തെ ശരീരം മാറ്റിവെക്കുന്ന കൊഴുപ്പിൻ്റെ രൂപമാണിത്. ഉയർന്ന അളവിലുള്ള ട്രൈഗ്ലിസറൈഡുകൾ ഹൃദ്രോഗ സാധ്യതയും പാൻക്രിയാസിലെ വീക്കവും ഉണ്ടാകുവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. അപ്പം ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് ഡിസീസ് വരും. അതുപോലെ തന്നെ പാൻക്രിയാസിന് വീക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ 150 mg/dl താഴെയാണ്. അതിർത്തി ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ 150 തൊട്ട് 195 mg/dl ആണ്. ഉയർന്ന അളവെന്ന് പറയുമ്പോൾ 200 mg/dl മുകളിൽ ഒക്കെ ആണെങ്കിൽ കൂടുതലാണ്. അപ്പം ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായ ഫലം ലഭിക്കുന്നതിന് മുന്നായിട്ട് 9 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ആവശ്യമാണ്. വെള്ളം കുടിക്കാം, പക്ഷേ ചായയോ മറ്റ് ഭക്ഷണങ്ങളോ പാടില്ല. ഇനി ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൃത്യമായി ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ്. മരുന്നുകൾ, നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സ്റ്റാറ്റിനുകൾ, അത് ഡോക്ടറോട് മുൻകൂട്ടി പറയണം. ഇനി ആരാണിത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. 4 തൊട്ട് 6 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ്. അമിതവണ്ണമുള്ളവർ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പുകവലിക്കുന്നവർ, വ്യായാമം കുറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഉള്ളവർ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗ ചരിത്രമുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരാൾ, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 300 ആണ്. അതെന്ന് പറയുമ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ടോട്ടൽ ബ്ലഡ് കൊളസ്ട്രോൾ ആണെങ്കിൽ 182 ഉള്ളൂ. VLDL ഐ തിങ്ക് 61 സംതിങ് ഉണ്ട്. VLDLും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ VLDLും നമുക്കറിയാൻ പറ്റും. VLDL 61, ഏകദേശം 61 ആണ് VLDL. LDL എന്ന് പറയുമ്പോൾ 114 ഉള്ളൂ. അപ്പം ഞാൻ ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ 182. സമാധാനം. അതായത് ലോവർ ലിമിറ്റാണ്, ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലോവർ ലിമിറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓരോരോ കമ്പോണൻസ് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത് ഭയങ്കര കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡ് ഭയങ്കര കൂടുതലാണ്, 300 മുകളിൽ. HDL ആണെങ്കിൽ തീരെയില്ല, 28 ആണ് HDL ഉള്ളത്. അപ്പോൾ HDL അത്രയും കുറയുമ്പോൾ ഹാർട്ടിന് പ്രോബ്ലം വരാനുള്ള സാധ്യതയെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ താങ്ക് യു.